ആപ്കി അദാലത്തിൽ സോണു നിഗത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പല മുഖങ്ങളുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ്. സോണു, ഇപ്പോൾ ഞാൻ ചില ഫോട്ടോകൾ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് താങ്കളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. ഇത് കാണുമ്പോൾ തന്നെ താങ്കൾ രൂപം എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങളും ഇങ്ങനെയുള്ള പല രൂപങ്ങൾ കണ്ട് അതിശയപ്പെട്ട് നിൽക്കുകയാണ്. ഗുൽഷൻ ഗ്രോവറാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗെറ്റപ്പൊക്കെ മാറ്റുന്നത്. പിന്നെ അമരീഷ് പൂരിയും ഗെറ്റപ്പ് മാറ്റാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇതേ പറയത്തുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ട്രൂലി എനിക്കിതിൽ ഒരു തോട്ടം തന്നെ ഇല്ല. ശരിക്കും ഒരു തോട്ടം ഇല്ലെന്ന് തന്നെയാണ് പറയേണ്ടത്. എന്താണെന്ന് അറിഞ്ഞൂടെ രജിത് സാർ, ഐ ഗോ ത്രൂ ഫേസസ്. എനിക്ക് എന്തെങ്കിലും ആയേക്കും. അതായത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചാലോ, ഒരു വട്ടമൊക്കെ എനിക്ക് തോന്നിയത് എൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് മൊത്തം അങ്ങനെ എടുത്താലോ എന്ന്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു ഹെയർ കട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ചില പ്രാവശ്യം എന്ത് തോന്നുന്നു വെച്ചാൽ മുടി അങ്ങോട്ട് വളർത്താം, നീട്ടി വളർത്താമെന്നൊക്കെ. ഐ തിങ്ക് ഐ ജസ്റ്റ് വാണ്ട് ടു ഡു ദിസ് വിത്ത് മൈ മെന്റൽ ഓർ സ്പിരിച്വൽ സ്പേസ്. ഒരു ചില വട്ടമൊക്കെ ഞാൻ മുടി ഇങ്ങനെ നീട്ടി വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പം അച്ഛൻ ചോദിക്കും, എന്താ മോനെ മുടിയൊന്നും വെട്ടുന്നില്ല, നീട്ടി വളർത്തുവാണെന്ന്. പിന്നെ എനിക്ക് മുടി വളർത്തിയാൽ നല്ല രസമാണത്. പിന്നെ എൻ്റെ മുടി എന്തോരം കേളിയാണെന്ന് വെച്ചാൽ, ഞാൻ ഷോർട്ട് ഹെയർ വെച്ചാൽ അത് വേറെ രീതിയായിരിക്കും. ഞാനത് മാറ്റുവാണെങ്കിൽ അത് നല്ല ഇങ്ങനെ കേളിയാവും. ചുരുണ്ട മുടിയുമാണ്, നീണ്ടു വന്നാലോ ഷോർട്ടാണെങ്കിലോ വ്യത്യാസമായിരിക്കും. സോ അത് ഓട്ടോമാറ്റിക്കലി സെറ്റാവും. ഞാനൊന്നും ചെയ്യത്തില്ല. എന്തെങ്കിലും പർപ്പസ് കാണില്ലേ? താങ്കൾ പ്രസിഡന്റിന്റെ അടുത്ത്, ശ്രീ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയ സമയത്ത്, അദ്ദേഹത്തിന്റെ അടുത്ത് അവാർഡ് വാങ്ങാൻ പോയ സമയത്ത് അദ്ദേഹത്തിനെ പോലെ താങ്കൾ ഹെയർ സ്റ്റൈൽ, ആ ഫോട്ടോ താങ്കൾ തന്നെ കണ്ടോളൂ. ഞാൻ സീതയുടെ മേത്ത് കൈവച്ച് സത്യം ചെയ്തു പറയുമോ? ഞാൻ സത്യത്തിൽ ഒന്നും പ്ലാൻ ഇട്ടതല്ല. ഇത് ഫറാഖ് ഖാന്റെ തെറ്റാണ്. ആ സമയത്ത് ഞാൻ ഇന്ത്യൻ ഐഡൽ പാർട്ട് 1 ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സോനു, അന്ന് അവർ ശിരീഷ് കുന്ദയുടെ കൂടെ അഫെയറിലായിരുന്നു. സോനു, നീയും നിന്റെ മുടി റീബോണ്ടിങ് ചെയ്തേരെ. അദ്ദേഹത്തിന്റെ മുടി റീബോണ്ടിങ് ചെയ്തു. നിന്റെ അങ്ങനെ ചെയ്താൽ നല്ല ലെങ്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അതാണ് ഒന്ന് പറഞ്ഞത്. സോ അവരെന്നെ എൻ്റെ മുടി ഭയങ്കര കേളിയായിരുന്നു അന്ന്. ഫസ്റ്റ് സീസണിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ചില ഇതിലൊക്കെ എൻ്റെ മുടി ഭയങ്കര കേളിയായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ സ്ട്രൈറ്റ് ആയി. ഇത് ഫറാഖ് ഖാന്റെ തെറ്റാ. പിന്നെ ആളിനാണ് എൻ്റെ മുടി സ്ട്രൈറ്റ് ആക്കിയത്. പിന്നെ ആദ്യത്തെ കോസ്റ്റ്യൂമർ എനിക്ക് റീബോണ്ടിങ്ങും സ്ട്രൈറ്റനിങ്ങും ചെയ്തു തന്നിരുന്നു. പക്ഷെ അതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടും ഞാൻ ഒട്ടും അറിഞ്ഞിരുന്നില്ല സാർ. അങ്ങനെ അറിഞ്ഞിരുന്നു. സംസാരിച്ചോ? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് അന്ന് വന്ന് കണ്ടപ്പോ എന്താ ഇങ്ങനെ നോക്കിട്ട് എന്നാ മോനെ. പിന്നെ ഞാൻ എന്താ പറഞ്ഞത് സാർ, സെയിം ഹെയർ സ്റ്റൈൽ. ഞാൻ സെയിം ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഉത്തരം എന്തായിരിക്കും എന്ന് വിചാരിക്കുന്നു? കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ അറിഞ്ഞത് കോപ്പിറൈറ്റിന് വേണ്ടിയൊക്കെ വഴക്കിടണമെന്ന്. എന്റെ അടുത്ത് മറ്റൊരു ഗെറ്റപ്പ് കൂടിയുണ്ട്. പിച്ചക്കാരനെ പോലെ ഗെറ്റപ്പ് ഇട്ടുകൊണ്ട് താങ്കൾ റോളിലിരിക്കുന്നത്. അതുവഴി പോകുന്നവർക്ക് ഹാർമോണിയം വായിച്ചു കൊടുക്കും. അതെ. അതെന്തിനു വേണ്ടിയാണ്? ഒരു വിധത്തിൽ ഇതൊരു സ്പിരിച്വൽ പോസ്റ്റ് ഔട്ടാണ്. ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തോ അതൊന്നും എനിക്ക് ചേരത്തില്ല. ഇതൊക്കെ ഓൾറെഡി പ്രീ റിട്ടേൺഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ എപ്പോഴൊക്കെയാണോ ലാസ്റ്റ് ഇയർ എനിക്കൊരു നല്ല കാര്യം കിട്ടിയിരുന്നു. അപ്പം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഞാനൊരു വലിയ പുള്ളിയെന്ന്. അതേ ശബ്ദം. പിന്നെ ആ ശബ്ദം യൂസ് ചെയ്താണ് റോഡിലിരിക്കേണ്ടത്. ഒരു വിധത്തിലും ഒരു മാർക്കറ്റ് ഇല്ലാണ്ട്, ബാക്കപ്പ് ഇല്ലാണ്ട്, ഒരു ലൈറ്റും ഇല്ലാണ്ട്, മൈക്രോഫോണും ഇല്ലാണ്ട്. പിന്നെ അയാളുടെ പ്രായം എന്ന് പറയുമ്പോൾ 70 years to 80 years ഓൾമോസ്റ്റ് നിയർ. അദ്ദേഹം അവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു സാർ. ശബ്ദം അത് തന്നെയാണ്. ഞാൻ എൻ്റെ ശബ്ദം മാറ്റിയിട്ടില്ല ഒരു കാരണം കൊണ്ടോ അതിനു വേണ്ടി തന്നെ. പക്ഷേ എന്നെ ടോട്ടലി അടയാളം
അറിയാത്ത രീതിക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഐ ഓപ്പണിംഗ് ആയ കാര്യമാണത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം അറിഞ്ഞത്. അതെന്ത് കാര്യമാണെന്ന് വെച്ചാൽ, എൻ്റെ ചുറ്റിനുമുള്ളവർക്ക് എൻ്റെ കയ്യിൽ മൈക്രോഫോൺ ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ് സ്റ്റേജിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നത്? ഒരുപക്ഷെ എനിക്ക് വലിയ വലിയ സ്റ്റേജോ ഒന്നും തന്നില്ലെങ്കിലോ ആഡ് ഒന്നും തന്നില്ലെങ്കിൽ മാർക്കറ്റിംഗ് ദ സോണു നിഗം നിങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലോട്ട് വരുവാണ്, 16 സെന്റേഴ്സിൽ പാട്ട് പാടാൻ പോവാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അവർ എൻ്റെ ഷോക്ക് വരത്തില്ല. സോ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എൻ്റെ പിന്നാലെ ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ശക്തിയായിരുന്നു ഇത്രയും ദൂരം എന്നെ മാറ്റിയെടുക്കാനുള്ള. അല്ലെങ്കിൽ വെറും 12 രൂപയുടെ ആർട്ടിസ്റ്റാണ്, 12 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. 5 മണിക്കൂർ പാടിയതിന് ശേഷം എനിക്ക് കിട്ടുന്നത് 12. കിഷോർ കുമാർ സാറിനെ കുറിച്ച് ഇങ്ങനെ പല സ്റ്റോറികളും ഉണ്ട്. അദ്ദേഹം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതെ. ഈ കുസൃതി, ഈ ഗെറ്റപ്പ് ചേഞ്ച്, ഇതൊക്കെ താങ്കൾ അദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണോ പഠിച്ചത്? മേ ബി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹവും ഒരു ലിയോ ആണ്, ഞാനും ഒരു ലിയോ ആണ്. രണ്ടുപേരുടെ രാശി ലിയോയാ. അദ്ദേഹം 4th ഓഗസ്റ്റ്, ഞാൻ 13th ജൂലൈ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഈ അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്താണ് ഫുള്ളായിട്ടുള്ള എൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്പിരിറ്റ് വന്നത്. കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻ്റായ ആൾ ഒരു അസാധാരണമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. നല്ലപോലെ സംസാരിക്കും, നല്ലപോലെ കളിച്ചും ചിരിച്ചിരിക്കും. അദ്ദേഹം നന്നായിട്ട് കളിക്കും, ഞാനും നന്നായിട്ട് കളിക്കും, നല്ല രീതിക്ക് കളിക്കും. പക്ഷേ എനിക്കും അദ്ദേഹത്തിനും ഒരു കമ്പാരിസൺ അത് ചെയ്യാൻ പാടില്ല. കാരണം അച്ഛൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം. അതായത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും ഞാൻ ഇത് ആഗ്രഹിക്കില്ല. റഫി സർ, വിശ്വകുമാർ സർ, മുകേഷ് സർ, തരത് കുമാർ, ഹേമന്ത് കുമാർ സർ, മഹേന്ദർ കപൂർ സർ, ഞാൻ തന്നെയാണ്. അതൊക്കെ അവർ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. പക്ഷെ ചിലർ പറയുന്നു താങ്കളൊരു പ്ലേഫുൾ ആയിട്ടുള്ള ആളാണ്, പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണോ? ഒരു സത്യം പറഞ്ഞോട്ടെ? ഇന്ന് സത്യം പറയൂ സർ. അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അപ്പോ ഇത് സത്യമാണോ? ഒരു സമയത്ത് എല്ലാ നഗരത്തിലും ആരെങ്കിലും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് അങ്ങനെയൊന്നുമില്ല. അന്ന് ഞാനൊരു യങ്സ്റ്ററാണ്. സോ ഓഫീസിലും പുതിയ പുതിയ ഫ്രണ്ട്സൊക്കെ വരും. പിന്നെ ചിലവർ ലൈക്ക് ചെയ്യുവാണെങ്കിൽ ചിലവർ ഒരുപാട് ലൈക്ക് ചെയ്യും, ചിലരെ നമുക്കിഷ്ടാവും. അങ്ങനെയുള്ള കാലസമയത്ത് ഒരുപാട് പേർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അതല്ലല്ലോ. പിന്നെ ഞാൻ ഇഷ്ടത്തിന് കളിച്ചും ചിരിച്ചും നടക്കുന്നവനാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണ് ആക്ച്വലി പറയണമെങ്കിൽ. പിന്നെ എൻ്റെ ഫാമിലി കൾച്ചറും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഫാമിലി അങ്ങനെയാണ്, ഭയങ്കര ഡിസിപ്ലിൻഡ് ഫാമിലിയാണ്. എൻ്റെ ഫുൾ ഫാമിലി അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല. എനിക്കറിയാവുന്ന ചില ആൾക്കാർ ശരിക്കും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഞാനിത് ഇവിടെ ഉപേക്ഷിക്കുകയാണ്, ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നല്ലത്. പക്ഷേ രഹസ്യങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് കുറേ ദൂരം പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പക്ഷേ താങ്കളുടെ രൂപങ്ങളിൽ ഒരു രൂപം എനിക്കും മനസ്സിലായി. അതെന്താണെന്ന് വെച്ചാൽ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സിനിമ കാണുമ്പോൾ താങ്കൾ കരയുമെന്ന് പറയുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ഇപ്പോഴും കരഞ്ഞ സാർ. നിങ്ങൾ നല്ലപോലെ റിസർച്ച് ചെയ്തു സാർ. ഓ മൈ ഗോഡ്. ഇപ്പോഴും ഞാനൊരു സിനിമ കണ്ടു, ലയൺ. ഞാൻ ദുബായി പോയിരുന്നു ഒരു ഫൗണ്ടേഷൻ്റെ കാര്യത്തിന് വേണ്ടി. അപ്പോൾ ആ സിനിമ കണ്ടത് ഞാൻ ലയൺ സിനിമ കണ്ട അടുത്ത സെക്കൻഡ് ഞാൻ കരയാൻ ആരംഭിച്ചു സാർ. ഞാനിതുപോലത്തെ സെൻറ്റിമെൻ്റ് സിനിമ കണ്ടാൽ കരയാൻ സ്റ്റാർട്ട് ചെയ്യും സാർ. ഞാൻ പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അകത്ത് ഞാൻ കുറച്ച് സെൻറ്റിമെൻ്റലാണ്. പിന്നെ എൻ്റെ മനസ്സിനെക്കുറിച്ച് പറയണമെങ്കിൽ ഓപ്പോസിറ്റിലുള്ളവർ എന്താണ് തിങ്ക് ചെയ്യുന്നത് ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഫ്ലൈറ്റിൽ നല്ലപോലെ കരഞ്ഞു സാർ. പിന്നെ മറ്റൊരു രൂപം കൂടിയുണ്ട്. താങ്കൾ വളരെ ധൈര്യശാലിയാണ്. എല്ലാവരുടെ കൂടെയും ഫൈറ്റ് ചെയ്യാറുണ്ട്. അതായത് ഞാൻ ആർക്കും പേടിക്കത്തില്ല സാർ. പാറ്റ കണ്ടാ പേടിക്കൂ? ഞാൻ കോക്രോച്ചിനെ എന്തോരം പേടിക്കുന്നു, അത് വാക്കുകൊണ്ട് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല സാർ സത്യം. അതായത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ അവിടെ ആ ചുമരയിലൊരു കോക്രോച്ച് ഉണ്ടെങ്കിലും ഞാൻ ഇവിടുന്ന് പേടിച്ചോടും. എനിക്ക് കോക്രോച്ചിൻ്റെ ഷേപ്പ് പോലും ഇഷ്ടമല്ല സാർ. അതായത് എന്തോ പോയ ജന്മത്തിൽ എനിക്കും അതിനെന്തെങ്കിലും പകയുള്ള പോലെ എനിക്ക് ഫീലിംഗ് ആവുന്നത്. എൻ്റെ വലിയൊരു ദുർസ്വപ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതുകൂട്ട് റൂമിൽ 10-15 കോക്രോച്ചസ് എങ്ങാനും ഉണ്ടേ മതി. ഞാൻ എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ചത്തേന്ന് ചോദിച്ചാൽ മതി. കാരണം എനിക്കതിൻ്റെ ആ ബ്രൗൺ കളർ, പിന്നെ അതിൻ്റെ ടെൻഡകോസ് ഇങ്ങനെ നീണ്ടു വരുമല്ലോ സാർ.
അറിയില്ല. മറ്റെല്ലാം പല്ലി ജനങ്ങൾക്കാർക്കും പല്ലിന് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പല്ലി നമ്മുടെ അടുത്തോട്ട് ഓടി വരത്തില്ലല്ലോ സാർ. കോക്രോച്ചിന്റെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരെ പറന്ന് നമ്മുടെ മേത്തോട്ട് തന്നെ വരും. പെട്ടേന്ന് വന്ന് അടിക്കും സാർ അത്. സോ ദാറ്റ്സ് വൈ ദ റീസൺ എനിക്ക് കോക്രോച്ചിനെ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് കോക്രോച്ചിന്റെ നേച്ചർ ഇഷ്ടമല്ല സാർ. ഈ കോക്രോച്ചിന്റെ അതെങ്ങനെയാണ് നമ്മുടെ മേത്ത് വന്ന് വീഴുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല സാർ. ഞാനതിന് വല്ലാണ്ട് പേടിക്കും.